തൃശൂരിലെ കനത്ത തോൽവിയെ തുടർന്ന് തൽക്കാലം പൊതുരംഗത്തു നിന്നും വിട്ടുനിൽക്കുന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ വീണ്ടും നിലപാട് ആവർത്തിച്ച് രംഗത്ത് വന്നു. ഇനി പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കി. തൽക്കാലം പൊതുരംഗത്തേക്കില്ലെന്നും സാധാരണ പ്രവർത്തകനായി പാർട്ടിക്കൊപ്പമുണ്ടാകുമെന്നും മുരളീധരൻ പറഞ്ഞു. കോൺഗ്രസ് പ്രവർത്തകർ ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണിതെന്നും തമ്മിൽ തല്ലിയാൽ വരും തെരഞ്ഞെടുപ്പുകളിൽ തോൽവിയായിരിക്കും ഫലമെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് മാധ്യമങ്ങളെ കാണുകയായിരുന്നു മുരളീധരൻ. ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല, പൊതുരംഗത്തേക്ക് തൽക്കാലമില്ല, സ്ഥാനാർത്ഥിയായോ പാർട്ടി നേതൃസ്ഥാനത്തേക്കോ ഇല്ല. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സജീവമാകും. തെരഞ്ഞെടുപ്പിൽ പ്രചരണ രംഗത്ത് ഉണ്ടാകും. തോൽവിയിൽ ഒരു നേതാക്കളെയും കുറ്റപ്പെടുത്താൻ ഇല്ല. പലരും പലതും പറയും. ആലോചിച്ച് തീരുമാനം എടുക്കണം എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ പഠിച്ച പാഠമെന്നും മുരളീധരൻ പറഞ്ഞു. എന്ത് സംഭവിച്ചാലും ഇത്രയൊക്കെ സഹായിച്ച പാർട്ടി വിട്ടു പോവില്ല. വടകരയിൽ ഞാനാണ് തെറ്റുകാരൻ. അവിടുന്ന് പോവേണ്ട കാര്യമില്ലായിരുന്നു. ഇനി എവിടേക്കുമില്ല. എന്തെല്ലാം പോയാലും ഈ വീട് ഇവിടെ ഉണ്ടാകും. രാജ്യസഭയ്ക്ക് ഞാൻ എതിരല്ല. രാജ്യസഭയിൽ പോയാൽ എനിക്കെന്തോ അസുഖമുണ്ടെന്നാണ്. അതുകൊണ്ട് രാജ്യസഭയിലേക്കില്ല. തൻ്റേത് വിമത സ്വരമല്ലെന്നും തനിക്ക് ഇത്രയേ അച്ചടക്കം ഉള്ളൂ എന്നും മുരളീധരൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മൂടില്ല, അതുകൊണ്ട് വയനാട്ടിലേക്കില്ല. ഒരാൾക്കെതിരെയും പരാതിയില്ല. എൻ്റെ തോൽവിയിൽ അന്വേഷണ കമ്മീഷൻ വേണ്ട. അന്വേഷണ കമ്മീഷൻ വന്നാൽ വീണ്ടും തർക്കമുണ്ടാകും. പല കമ്മീഷൻ റിപ്പോർട്ടുകളും ഞാൻ കണ്ടിട്ടുണ്ട്. കത്തോലിക്ക വോട്ടിൽ വിള്ളലുണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. 18 സീറ്റ് എന്ന വലിയ വിജയം കിട്ടിയ ഈ സമയത്ത് സുധാകരനെ മാറ്റുന്നത് ശരിയല്ല. അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെ അദ്ദേഹം തുടരണം എന്നാണ് തൻ്റെ അഭിപ്രായമെന്നും മുരളീധരൻ പറഞ്ഞു. BJPയിൽ പോകുന്നതിനേക്കാൾ നല്ലത് വീട്ടിൽ ഇരിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. തമ്മിൽ തല്ലിയാൽ തെരഞ്ഞെടുപ്പിൽ തോൽവിയുണ്ടാകും. കോൺഗ്രസ് പ്രവർത്തകർ ഒരുമിച്ച് നിൽക്കണം. ഇനിയും അടി തുടർന്നാൽ കോൺഗ്രസിന്റെ മുഖം വികൃതമാകും. അത് കോൺഗ്രസിന്റെ വിജയത്തെയും ബാധിക്കും. പ്രവർത്തകർ അച്ചടക്കം പാലിക്കണം. അപ്രതീക്ഷിത തോൽവി ഉണ്ടാകുമ്പോൾ പ്രവർത്തകർ പല രീതിയിലും പ്രതികരിച്ചേക്കും. വികാരപ്രകടനം തീർന്നു. ഇനി അതിൽ പാർട്ടിക്ക് എന്ത് തീരുമാനവും എടുക്കാമെന്നും മുരളീധരൻ പറഞ്ഞു. തൃശൂരിൽ ഒരു കേന്ദ്രമന്ത്രി വന്നാൽ ഗുണം ചെയ്യുമെന്ന് ന്യൂ ജനറേഷനിടയിൽ ചിന്ത വന്നു. പരമ്പരാഗത വോട്ടുകൾ കിട്ടി ചില ആളുകൾ മാത്രം വിചാരിച്ചാൽ വോട്ടും അറിയില്ല. ഒരാൾക്കെതിരെയും ഒരു പരാതിയും താൻ പറയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ കള്ളക്കളി കളിച്ചെന്ന് ജനങ്ങൾക്കറിയാം. ഭാവിയിൽ ജനങ്ങൾ മറുപടി നൽകും, മുരളി പറഞ്ഞു. എന്തായാലും തനിക്ക് ഒരു പരാതിയും ഇതിലില്ല എന്ന് തന്നെയാണ് മുരളീധരൻ പറഞ്ഞിരിക്കുന്നത്. ഭാവി നടപടി എന്ത് സ്വീകരിക്കണമെന്ന് തീരുമാനിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും തൃശൂരിലെ തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് പിണങ്ങിയ കെ മുരളീധരനെ അനുനയിപ്പിക്കാൻ ശ്രമം ശക്തമാക്കിയിരിക്കുകയാണ് കോൺഗ്രസും. തൃശൂരിലെ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ കാലുവാരൽ ഉണ്ടായിട്ടില്ലെന്നാണ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം വിലയിരുത്തുന്നത്. സ്ഥാനാർത്ഥി എന്ന നിലയിൽ മുരളീധരന്റെ ഭാഗത്തും ചില വീഴ്ചകളുണ്ടായെന്ന് ഒരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.